കഴിഞ്ഞ ജനുവരി 1-ാം തീയതി നമുക്ക് വലിയ അഭിമാനകരമായ ഒരു കാര്യം നടന്നു. എന്താണത്? ഒറ്റ ദിവസം കൊണ്ട് മലയാളി കുടിച്ചു തീർത്തത് 100 കോടി രൂപയുടെ മദ്യമാണ്. 100 കോടി രൂപയുടെ മദ്യമാണ് മലയാളി കുടിച്ചത്. കഴിഞ്ഞ ഓണക്കാലത്ത് 7 ദിവസം കൊണ്ട് മലയാളി കുടിച്ചത് 600 കോടി രൂപയുടെ മദ്യമാണ്. ചുമ്മാതാണോ ഈ സർക്കാർ നികുതി കൂട്ടാത്തത് എന്ന് ഞാൻ ചിന്തിക്കുക. സർക്കാർ നോക്കുമ്പോൾ യുവമാർക്കെല്ലാം കുടിക്കാൻ കാശുണ്ട്, എന്നാൽ പിന്നെ കുറച്ച് നികുതിയും കൂടെ തരട്ടെന്ന് ഓർത്തായിരിക്കും ഇതുങ്ങൾ നികുതി കൂട്ടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതുപോലെ ഈ മലയാളി ഇരുന്ന് കുടിക്കുകയാണ്. എന്തുകൊണ്ടാണിത്? ഇത്രയും വിവരമുള്ള മനുഷ്യൻ, ഇത്രയും വിദ്യാഭ്യാസമുള്ളവൻ, എന്നിട്ടും അയാൾ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊക്കെ ആണെങ്കിൽ മദ്യവർജന പ്രസ്ഥാനങ്ങൾ, മദ്യനിരോധന യോഗങ്ങളൊക്കെയുണ്ട്. ക്രിസ്ത്യാനിയൊന്നും കുടിയിൽ ഒട്ടും കുറവല്ല എന്ന് നമുക്കറിയാം. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് 1 മാസം മുഴുവൻ മദ്യനിരോധന പരിപാടികൾക്കായിട്ട് പോയത് ഞാൻ ഓർക്കുകയാണ്. എല്ലാ മദ്യനിരോധന കൺവെൻഷനുകളും വൻ വിജയമായിരുന്നു. കാരണം കൺവെൻഷനിൽ പങ്കെടുക്കുന്നതെല്ലാം സ്ത്രീകളും കുഞ്ഞുങ്ങളും പിന്നെ ഇനിയും മദ്യപിക്കാൻ ആരോഗ്യമില്ലാത്ത കുറേ അച്ചായന്മാരുമാണ്. അവരെല്ലാം ഭയങ്കരമായിട്ട് നിന്ന് പ്രതിജ്ഞയൊക്കെ എടുക്കും, ഞങ്ങൾ ഇനി ഒരിക്കലും കുടിക്കുകയുള്ളത്. പക്ഷേ കുടിയന്മാരെല്ലാം പുറത്താണ്, ഇവരുടെ ഭർത്താക്കന്മാരെല്ലാം പുറത്ത് നിൽക്കുകയാണ്. ആരൊക്കെയാവോ എൻ്റെ ഭാര്യ ഇതിനകത്ത് പോയി പ്രതിജ്ഞ എടുത്തിട്ടുണ്ടോ, അവർക്ക് സ്വീകരണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ പുറത്താണ്. നമ്മുടെയൊക്കെ മദ്യവർജന ചിന്തകളുടെയും കൺവെൻഷനുകളുടെയൊക്കെ അവസ്ഥ അതാണ്. നമ്മളിങ്ങനെ ഈ മദ്യത്തിലൂടെ തന്നെ മനുഷ്യൻ്റെ എന്തേലും ഊർജമാണ് നഷ്ടപ്പെടുക, അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുകയല്ലേ. അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ട ഭക്ഷണം മേടിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലാതാവുകയാണ്, അവൻ്റെ കുടുംബത്തിൽ സമാധാനം ഇല്ലാതാവുകയാണ്. ഇതൊക്കെ അറിയാം പ്രിയപ്പെട്ടവരെ. നമ്മുടെയൊക്കെ പല പട്ടണങ്ങളിലെയും പ്രധാനപ്പെട്ട ക്രൈസ്തവ കേന്ദ്രങ്ങൾ ഇന്ന് തകർന്നടിഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിൽ മദ്യമുണ്ടെന്നുള്ളത് എളിമയോടുകൂടി നമുക്ക് ഏറ്റുപറയാം. ക്രിസ്ത്യാനിയുടെ ഈ മദ്യപാനം അവൻ്റെ സമൂഹത്തെ എത്രയോ ഇടങ്ങളിൽ തളർത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്നിട്ടും നമ്മുടെ കൊച്ചു കുട്ടികൾ തുടങ്ങി മദ്യപിക്കുകയാണ്. എന്നോടൊരു സഹോദരി എന്നോട് പറഞ്ഞു, വീട്ടിൽ അപ്പൻ്റെ വെള്ളവടി കണ്ട് മടുത്ത് വിഷമിച്ച് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 18 വയസ്സ് കഷ്ടിച്ച് കഴിഞ്ഞപ്പോഴേ കല്യാണാലോചന വന്നു. ഒരേ ഒരു ചോദ്യമേ ഇവള് ചോദിച്ചുള്ളൂ, കുടിക്കുവോ? ഇല്ലെന്ന് കേട്ടപ്പം കല്യാണം നടത്താൻ സമ്മതിച്ചു. പിന്നെ വേറെ ഒന്നും അന്വേഷിച്ചില്ല. 2-3 വർഷം സ്വർഗമായിരുന്നു പിതാവേ. പക്ഷേ 3-ാം വർഷം മുതൽ അങ്ങേർക്ക് ഇച്ചിരി ദൂരോട്ടൊരു ജോലി കിട്ടി. പിന്നെ വെള്ളവടി തുടങ്ങി. പിന്നെ വല്ലപ്പോഴേ വീട്ടിൽ വരത്തുള്ളൂ, വരുമ്പോഴെല്ലാം വെള്ളവടിയാണ്. മദ്യപിച്ച് വിഷമിച്ച് അപ്പൻ്റെ മദ്യപാനത്തിൻ്റെ മുഴുവൻ ദുഷ്ഫലങ്ങളുമേറ്റ ഈ സഹോദരി വളരെ വേദനിച്ച് ഈ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുകയാണ്. അപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. ആൺമക്കളാണ് 3 പേര്. ഇവന്മാർ വളർന്നു വരുമ്പം രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ അവർ തകർന്ന ഹൃദയത്തോടെ പറയുകയാണ്, 10ാം ക്ലാസ്സിൽ കഷ്ടിച്ച് ജയിച്ചെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മൂത്ത മകൻ ഇന്നലെ പോയി വെള്ളമടിച്ച് ബോധം കെട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഞാനിനി എന്തിലാണ് പിതാവേ പ്രത്യാശിക്കുന്നത്? എന്തോ ഒരു വലിയ ദുഃഖമാണ്. എന്തിലാണ് പ്രത്യാശിക്കുന്നത്? നമ്മുടെ സർക്കാരൊക്കെ ആണെങ്കിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു വശത്തൂടെ നടത്തുകയും മറുവശത്ത് എല്ലാവർക്കും ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന വളരെ വിചിത്രമായ പോളിസിയാണ് അവർ സ്വീകരിക്കുന്നത്. അവർ ലഹരി വിമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞ് എന്ത് പൈസയാണ് ബജറ്റിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അവർക്കറിയാം, എന്നിട്ട് അവർ ലഹരി പദാർത്ഥങ്ങൾക്ക് നികുതിയും കൂട്ടും. അതിലൂടെ കൂടുതൽ പണം അവർ സ്വന്തമാക്കുകയാണ്. നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ 2 സാമൂഹിക തിന്മകളോട് ബന്ധപ്പെട്ടതാണ്. ഒന്ന് ലഹരി പദാർത്ഥങ്ങളാണ്. മദ്യം വിറ്റാണ് സർക്കാരിന് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നതെന്ന് പറയപ്പെടുന്നു. രണ്ടാമത് ലോട്ടറി വിറ്റാണെന്നാണ് പറയപ്പെടുന്നത്. ലോട്ടറിക്ക് മനുഷ്യനെ അഡിക്റ്റാക്കി അധ്വാനിക്കാതെ പണം ഉണ്ടാക്കാനായിട്ട് അവനെ വല്ലാതെ പ്രലോഭിപ്പിച്ച് അതിലൂടെ നികുതി സ്വന്തമാക്കുകയാണ്. ഇങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ മേഖലകളിലൊക്കെ ഈ കേരളീയ സമൂഹവും ഒത്തിരിയേറെ തകർച്ചകളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളെ വിഷമിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രണയത്തിൻ്റെയൊക്കെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളാണ്. ചെറുപ്പക്കാർ, പ്രത്യേകിച്ചും പെൺകുട്ടികളാണ് അതിന് ഇരകളായിട്ട് മാറുക. ആൺകുട്ടികൾ പെൺകുട്ടികളെ കൊലപാതകം ചെയ്യുന്നു. എന്താണ്? പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ. പ്രണയം എന്താണ്, ആസക്തി എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വല്ലാത്ത അവസ്ഥകളിലേക്ക് നമ്മുടെയൊക്കെ ചെറുപ്പക്കാരുടെ ജീവിതങ്ങളും കടന്നു പോകുന്നോ എന്നൊരു സംശയം നമുക്കെല്ലാവർക്കും ഉണ്ടായി. നമ്മുടെ കേരളത്തിലൊക്കെ സാമ്പത്തിക സ്ഥിതി മെച്ചമാണെന്ന് പറയുമ്പോഴും നമ്മൾ ഓർക്കണം, സർക്കാർ നൽകുന്ന ഒരു കിറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന
ഒരു വലിയ ജനവിഭാഗം ഇപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സമൃദ്ധി ഉണ്ടെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുമോ? അപ്പോൾ അവിടെയും നമ്മൾ ഈ പൊതുവേ കാണുന്ന സാമ്പത്തിക സമത്വമൊക്കെ ഒരു യാഥാർത്ഥ്യമാണോ? അതോ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ശരിക്കും സമൃദ്ധിയുടെ അനുഭവമുണ്ടോ എന്നൊക്കെ സംശയിക്കേണ്ട സാഹചര്യങ്ങളുമുണ്ട്. അതോടൊപ്പം നമ്മുടെ ഭരണരംഗത്തെ സംഘടിതമായ അഴിമതിയുമെല്ലാം നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സാമൂഹികമായ തിന്മകൾ ഇല്ലാതെ, സാമൂഹികമായ തിന്മകളെ ഒഴിവാക്കിക്കൊണ്ടല്ലാതെ ഒരു സമൂഹത്തിനും യഥാർത്ഥ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയില്ല. ക്രൈസ്തവ സംസ്കാരം വളർന്നിടത്തെല്ലാം വളർന്ന ഒരു കാര്യം മനുഷ്യൻ്റെ മഹത്വമാണ്. ക്രൈസ്തവ സംസ്കാരം എവിടെല്ലാം വളർന്നു അവിടെയെല്ലാം മനുഷ്യൻ്റെ മഹത്വം വളർന്നു. ഡിഗ്നിറ്റി ഓഫ് ഹ്യൂമൻ പേഴ്സൺ. ഓരോ മനുഷ്യനും വിലയുള്ളവനാണെന്ന്, ഓരോ മനുഷ്യനും ആദരിക്കപ്പെടേണ്ടവനാണെന്നൊക്കെയുള്ള ഒരു ചിന്തയിലേക്ക് മനുഷ്യകുലത്തെ മുഴുവൻ കൊണ്ടുവന്നത് ക്രൈസ്തവ ചിന്തയാണെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാം. അതുകൊണ്ടാണ് ക്രൈസ്തവ രാജ്യങ്ങളിൽ ചെന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശങ്ങളുള്ള രാജ്യം. എന്തിന്? അവരെ വിമർശിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു രാജ്യങ്ങളാണ് ക്രൈസ്തവ സംസ്കാരത്തിൽ ഉറവെടുത്ത രാജ്യങ്ങൾ, ക്രൈസ്തവ സംസ്കാരത്തിൽ ഉറവെടുത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളെന്ന് അഭിമാനപൂർവ്വം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ക്രൈസ്തവ സംസ്കാരം വളർന്നിടത്ത് അന്ധവിശ്വാസങ്ങളൊക്കെ കുറഞ്ഞു. അന്ധവിശ്വാസങ്ങൾ കുറഞ്ഞ് മനുഷ്യൻ സ്നേഹിക്കപ്പെടേണ്ടവനാണെന്ന്, അവൻ മഹത്വമുള്ളവനാണെന്ന്, അവൻ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും പേറുന്നവനാണെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് വന്നു. എന്തുകൊണ്ടാണ് ക്രൈസ്തവ സാന്നിധ്യമുള്ളിടത്തെല്ലാം 3 തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ ആരംഭിച്ചത്? നമ്മൾ എവിടെയൊക്കെ പള്ളി വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മൾ സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ടാവും, നമ്മൾ ആശുപത്രികൾ തുടങ്ങിയിട്ടുണ്ടാവും, നമ്മൾ കാരുണ്യ ഭവനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്? കാരണം മനുഷ്യൻ മഹത്വമുള്ളവനാണ്. അവനവൻ്റെ മഹത്വം തിരിച്ചറിയണമെങ്കിൽ അവൻ അറിവ് വേണം. അതുകൊണ്ട് നമ്മൾ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നു. നമ്മൾ പണം ഉണ്ടാക്കാനാണ് വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സമീപകാലത്ത് നമ്മളെ പുച്ഛിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ക്രൈസ്തവ സന്ദേശത്തിൻ്റെ അസ്തിത്വപരമായ ഒരു തുടർച്ചയെന്നോണമെന്നാണ് നമ്മൾ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നത്. ഈശോ മിശിഹായെ അറിഞ്ഞവർക്ക് ഒരിക്കലും മനുഷ്യൻ്റെ മഹത്വത്തെ നിഷേധിക്കാനായിട്ടാവില്ല. അവൻ മഹത്വത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അവന് ശരിയായ അറിവ് വേണം. അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയ ഒരു വിമോചനം നടക്കുകയാണ്. അതോടൊപ്പം അവന് ദൗർബല്യത്തിൻ്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ, അവൻ്റെ ആരോഗ്യം നശിക്കുമ്പോൾ അവന് പരിചരണം കിട്ടണം. കാരണം അവൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് നമ്മൾ ആശുപത്രികൾ ആരംഭിക്കുന്നത്. അവൻ വഴിയിൽ അലഞ്ഞു നടക്കേണ്ടവനല്ല, അവൻ ഉപേക്ഷിക്കപ്പെടേണ്ടവനല്ല, അവൻ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് നമ്മൾ കാരുണ്യ ഭവനങ്ങൾ ആരംഭിച്ച് എല്ലാവരെയും സുരക്ഷിതത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക. നമുക്ക് ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ക്രൈസ്തവ ചിന്തയിൽ അന്തർലീനമാണ്. അതുകൊണ്ടാണ് സഹോദരൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഒരിക്കലും ഒരുവന് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനാവില്ല. എന്നോട് ഈ അടുത്ത നാളിൽ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, പിതാവേ, ക്രിസ്ത്യാനി ഇങ്ങനെ മേനി പറഞ്ഞു നടക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഈ പറയുന്നത് അന്ധവിശ്വാസം അല്ലെന്നുള്ളതിന് എന്നാ തെളിവ്? നമ്മുടെ പിള്ളേർ അങ്ങനെയൊക്കെ ചോദിച്ചു കളയും ചിലപ്പോൾ നമ്മളോട്. നമ്മളുടെ വിശ്വാസം അന്ധവിശ്വാസം അല്ലെന്നുള്ളതിന് എന്താണ് തെളിവ്? ഞാൻ അവനോട് പറഞ്ഞു, മോനെ, നമ്മുടെ വിശ്വാസം അന്ധവിശ്വാസം അല്ലെന്നതിന് ഒന്നാമത്തെ തെളിവ് നമ്മളുടെ വിശ്വാസത്തിൽ ആഴപ്പെടുന്നതനുസരിച്ച് നീ നിന്റെ സഹോദരനെ സ്നേഹിക്കാൻ തുടങ്ങുമെന്ന് മാത്രമല്ല, ആ സ്നേഹത്തിൽ ആഴപ്പെടുന്നതനുസരിച്ച് അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ കുരിശെടുക്കാൻ ആരംഭിക്കും, അവനു വേണ്ടി നീ മരിക്കാൻ തുടങ്ങും. ഇതാണ് ക്രൈസ്തവ വിശ്വാസം. ഒരിക്കലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മാനവികതയ്ക്കെതിരായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്ധവിശ്വാസമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ മനുഷ്യാവകാശം ലംഘിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്ധവിശ്വാസമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ യഥാർത്ഥ മനുഷ്യാവകാശങ്ങൾ തന്നെ വളർന്നു വന്നത് ക്രൈസ്തവ തത്വചിന്തയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്ന വാക്ക് ആദ്യം ഉപയോഗിച്ചത് തന്നെ തെർത്തുല്യൻ എന്ന സഭാപിതാവാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. അതിൻ്റെയൊക്കെ ചുവട് പിടിച്ചാണ് പിന്നീട് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ പോലും വന്നത്. മനുഷ്യാവകാശങ്ങളെ നിഷേധിക്കുന്ന വിശ്വാസമാണ് നമ്മുടേതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് അന്ധവിശ്വാസത്തിൻ്റെ ഘടകങ്ങൾ കാണാം. പക്ഷേ നമ്മുടെ വിശ്വാസം എന്താണ്?
കുരിശെടുത്ത് നമുക്ക് വേണ്ടി മരിച്ച ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാതെ ദൈവത്തിനു വേണ്ടി മനുഷ്യനെ ഹോമിക്കുന്ന ആ ഒരു സംവിധാനത്തിലല്ല. മനുഷ്യന് വേണ്ടി മരിക്കാൻ അത്രമാത്രം സ്നേഹിക്കുക, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ച ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് ഒരിക്കലും അന്ധവിശ്വാസമാകാനായിട്ട് സാധിക്കുകയില്ല.